ഈ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും ഫാസിസത്തിനെതിരെയും അതുപോലെ അമിത്ഷായ്ക്കെതിരെയും ഒക്കെ ഉണ്ടായ ഒരു മുന്നണിയാണ് ഇന്ത്യ സഖ്യം. അത് കേരളത്തിൽ ഇതുവരെ എത്തി നോക്കിയിട്ടില്ല. ദേശീയ തലത്തിൽ തന്നെ അത് പലയിടങ്ങളിലും ഛിന്ന ഭിന്നമായി പോവുകയും അതിൻ്റെ ലക്ഷ്യം കാണുകയും ചെയ്തിട്ടില്ല. ബീഹാറിലെയൊക്കെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ്. ഇത് അധികം വിദൂരമല്ലാതെ കേരളത്തിലേക്കും രൂപീകൃതമാകാനുള്ള സാധ്യത ഉണ്ടോ? ഒന്ന്, ഈ ഒരു മുന്നണിയുടെ പിറവി എന്ന് പറയുമ്പോൾ അതിന് ചില അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാകും. രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം തുടർച്ചയായി ആദ്യമൊക്കെ ഇപ്പോൾ 2 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്ന ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഈ 2 തീരും അല്ലെങ്കിൽ 20 തീരുമെന്ന് വിചാരിച്ചിടത്ത് നിന്ന് വ്യക്തമായ പ്ലാനുകൾ വെച്ചുകൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നേറിയപ്പോഴാണ് വാസ്തവത്തിൽ 2014 അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു സാധാരണ നമുക്ക് ഈ അതിന് മുമ്പുണ്ടായിരുന്നൊരു സഖ്യം അറിയാമല്ലോ, നമ്മുടെ UPA സർക്കാർ. രണ്ടാം UPA സർക്കാരിൻ്റെ അഴിമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും പറയും, അത്തരം ഒരു ചെളിക്കുണ്ടിലാണ് താമര വിരിഞ്ഞത് എന്ന് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യം അന്ന് ഉണ്ടായതിന് സാർ ഈ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളെന്ന് പറയുന്നത് ഈ BJP സർക്കാരിനോടുള്ള അല്ലെങ്കിൽ BJPയുടെ ഈ കരുത്തുറ്റ നേതൃത്വത്തിനെതിരെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് പ്രാദേശികമായി സ്വാധീനമുള്ള കക്ഷികളെല്ലാം കൂടി ചേർന്ന് അവർക്കെല്ലാം അവിടങ്ങളിലാണ് അവർക്ക് താല്പര്യം ഈ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തത്. പക്ഷേ ഈ മുന്നണി ഫലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു പിറവി എന്ന് പറയുന്നത് ഒരു ചില പ്രത്യേക കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം. നമ്മൾ ഏതൊരു 1 പോയിൻ്റ് അജണ്ട ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിന് ശക്തമായ ഒന്ന് ഇതിനകത്തൊരു നേതൃത്വം വേണം. നമുക്ക് ഉയർത്തിക്കാട്ടാൻ ചില കാരണങ്ങളുണ്ടാകണം. ഉയർത്തിക്കാട്ടാൻ സാധാരണഗതിയിൽ വോട്ടായി മാറാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് അഴിമതിയാണ്. അത് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ്, വികസനവും ഇല്ല എന്നും പറയാൻ കഴിയുന്നില്ല. ദൃഷ്ടാന്തങ്ങളാണ് മുന്നിലുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണി രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന നേതൃപാടവം പിന്നീട് മെല്ലെ 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 അവസാനിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സാർ ഈ ചോദിച്ചതുപോലെ കേരളത്തിൽ ഇന്നല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ BJPക്കെതിരെ NDAക്കെതിരെ വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ 2020ക്കെതിരെ അവിടെ കണ്ടതെന്താണ്? അതിന് ഇന്ത്യ മുന്നണി എന്നുള്ള പേരില്ലെന്നല്ലേ ഉള്ളൂ. ഈ ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ച് നിന്നില്ലേ? എത്ര പാർട്ടികളാണ് ഒരുമിച്ച് നിന്നത് അവിടെ? അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്ന് ഒരു പക്ഷേ അതിനുള്ള സാധ്യതയും ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ഒരു 3ാം മുന്നണിയായി അല്ലെങ്കിൽ ഒരു പുതിയ മുഖം ഉള്ള രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ഇന്ത്യ മുന്നണി കേരളത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നിലവിൽ പിണറായി വിജയനോ VD സതീശനോ ഒന്നും ഇതിനനുകൂലമായിട്ട് കാരണം എന്ന് പറയുന്നത് അതിന് പ്രശ്നമുണ്ട് സാർ. കാരണം വെച്ചാൽ എപ്പോഴും ഈ ഒരു സഖ്യം ഉണ്ടെങ്കിൽ തന്നെ ആ സഖ്യം പാളിപ്പോകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കക്ഷികൾ അവരവരുടെ നിലനിൽപ്പ് ആ സംസ്ഥാനങ്ങളിൽ നോക്കുന്നതാണ്. കേരളത്തിലെ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ അടിത്തറയുള്ള 2 മുന്നണികളാണ് UDFും LDFും. പരമ്പരാഗതമായി ആ മുന്നണികളെയാണ് പുതിയ രൂപത്തിലേക്ക് അവിടെയാണ് ഇന്ത്യയുടെ സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസിലേക്കാണ് ഇന്ത്യ കടന്നു വരുന്നത്. ഇനി അതിനെ മറിച്ചിടണമെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു ഫേസ് ഉണ്ടാവണം. അപ്പോൾ ഈ റൂട്ട് കളയാൻ പിണറായി വിജയൻ ആഗ്രഹമില്ല, സതീശനെ മാറ്റി നിർത്താം, UDFന് ആഗ്രഹമില്ല. അപ്പോൾ അവശേഷിക്കുന്ന ഒരു തുരുത്ത് CPMനായാലും ശരി കോൺഗ്രസിനായാലും ശരി കേരളമാണ്. അവിടെ ഇന്ത്യ മുന്നണിക്ക് ആ സഖ്യത്തിന് ഒരിക്കലും. പക്ഷേ എനിക്കൊന്ന് ലീഗാണ് ഇതിനകത്ത് കൂടുതൽ താല്പര്യം എടുക്കാൻ പോകും. ഉണ്ടാവും സാർ. കാരണം വെച്ചാൽ ലീഗിൽ ചില താല്പര്യം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു CPMലും കോൺഗ്രസിലും ഒക്കെ ദീർഘദർശിയുള്ളവരാണ് ലീഗ് നേതാക്കൾ. അത് തർക്കമൊന്നും വേണ്ട. അതുകൊണ്ടാണ് അവർക്കറിയാം ഒരു വട്ടം കൂടി സാറെന്ന് ആലോചിക്കുക, ഒരു വട്ടം കൂടി പിണറായി സർക്കാർ വരികയും UDF ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, പട്ടിണി കിടക്കില്ലേ എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. ആ ദൂരക്കാഴ്ചയിൽ നിന്നാണ് ഒരുപക്ഷെ ലീഗ് അത് താല്പര്യം കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു പിടിച്ചു നിൽക്കേണ്ട ഒരുപക്ഷെ ഞാൻ എപ്പോഴും പറയും അത് ഒരുപക്ഷെ NDAയുമായി പോലും ലീഗ് സഖ്യത്തിൽ വന്നാൽ അതിശയിക്കേണ്ടതില്ല. ഞാനത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഭാവിയിൽ സംഭവിക്കാം. എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? ഇനി കാശ്മീരിൽ ഉണ്ടായിട്ടില്ലേ? ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനം ഉണ്ടായിട്ടുണ്ട്, വളരെ സുഖമായിട്ട് പോയിട്ടില്ലേ? ഞാൻ എപ്പോഴും പറയുന്നു, നമുക്കൊരു ഇവിടെ ഒരു മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായാൽ എന്താന്നേ, അതിന് പക്ഷേ നാളെ BJP കണ്ണടച്ചു കൊടുത്താലോ?
നിങ്ങൾ വന്നോ, പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇവരിപ്പോ എവിടെയാണ് വളരെ കുറച്ച് നാളുകളാണെങ്കിലും മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? അപ്പൊ അതൊന്നും കുഴപ്പമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഈ ലീഗിന്റെ ഇന്നത്തെ ഒരു നിലയിൽ നിന്നുള്ള വ്യതിയാനം സംഭവിച്ചാൽ, സ്വാഭാവികമായി രാഷ്ട്രീയമായ വ്യതിയാനം സംഭവിച്ചാൽ ഒരുപക്ഷെ ഇങ്ങനൊരു കൂട്ടായ്മ വന്നുകൂടായികയില്ല. അങ്ങനെ എപ്പോഴും എങ്ങനെയാണ് നമ്മളൊരു കൂട്ടായ്മയിൽ എനിക്കെന്ത് പ്രയോജനമെന്നാണ് ഏതൊരു മുന്നണിയും നോക്കുന്നത്. പ്രയോജനമില്ലെങ്കിൽ കൂടി അപകടമില്ലായിരുന്നു. അപ്പോഴേ അപകടമില്ലായിരുന്നു. അപ്പോൾ അത്തരം ഒരു അപകടമില്ലായ്മ വരും നാളുകളിൽ കേരളത്തിൽ സംജാതമാകും. ഇത് ലീഗ്, സാറ് പറഞ്ഞ ലീഗിനകത്ത് മുഖ്യമായ ഒരു ആകാംക്ഷയുണ്ട് ഇതിനകത്ത്. ഇത് ഞങ്ങൾക്ക് അണികൾക്ക് സംബന്ധിച്ച് അതിലേറെയുണ്ട്. ഒരുപക്ഷെ കെ എം ഷാജിയുടെ പ്രസംഗമൊക്കെ വൈറലാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അണികളെ പിടിച്ചു നിർത്താനുള്ള ഒരു സംഭവമാണ്. അത് 5 തവണയോട് ഒരു അണി ഇവിടെ ഉണ്ടാവില്ല. സംഭവിക്കുന്നത് ലീഗ് ചുരുങ്ങിയാൽ മറ്റ് ചില കക്ഷികളിലേക്കായിരിക്കും ഈ ആൾക്കാർ പോകുന്നത്, ലീഗിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. അത് ആ സംഭവം സ്വാഭാവികമായിട്ടുണ്ടാവും. കുറച്ച് തീവ്രമായി ചിന്തിക്കുന്ന വിഭാഗങ്ങളിലേക്ക് ചെറുപ്പക്കാർ പോയാൽ അത്ഭുതപ്പെടേണ്ടില്ല. അങ്ങനെ ചെറുപ്പക്കാർ പോയാൽ അവരുടെ വോട്ട് ബേസാണ് നഷ്ടപ്പെടുന്നത്. ഇത് പിടിച്ചു നിർത്താൻ ലീഗ് സ്വാഭാവികമായും ശ്രമിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ കാര്യമില്ല, ലീഗിനെ സംബന്ധിച്ച് കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഈ നരേന്ദ്രമോദിയെക്കുറിച്ചും അല്ലെങ്കിൽ BJP-യെക്കുറിച്ചും മറ്റ് നേതാക്കളെക്കുറിച്ചും ഒക്കെ ഇവർക്ക് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ഉദാഹരണത്തിന് CPI ഫാസിസ്റ്റ് സർക്കാരാണോ BJP സർക്കാരെന്ന് CPI ആണായിട്ട് പറയുമ്പോഴും ആവർത്തിച്ച് പറയുമ്പോഴും CPM ഇപ്പോഴും അങ്ങനെ അഭിപ്രായമില്ല. മറ്റേ എന്താണ് പറയുക, ഈ ഫാസിസ്റ്റ് സ്വഭാവം ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിലായിട്ടുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു പിടിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ അടിത്തറ ഇതിനകത്ത് നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടും ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ. കാരണം ആ അടിത്തറയിൽ ഇപ്പോൾ നിൽക്കുന്നത് UDF-ഉം LDF-ഉം ആണ്. അതിനെ മറച്ചു വയ്ക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിയണം. അതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ശോഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഇതിൽ ഒരു കക്ഷി CPM ഭരണത്തൊന്ന് ഇരിക്കട്ടെ, സ്വാഭാവികമായും കോൺഗ്രസ് ശോഷിച്ചു പോകും. അവിടെ നിന്ന് ലീഗ് മാറി ചിന്തിക്കും. അതിലൊരിക്കലും ഇടതുപക്ഷത്തേക്കൊന്നും വരാൻ കഴിയില്ല, തർക്കമൊന്നും വേണ്ട. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു വൈൽഡ് തോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇടതുപക്ഷം അധികാരം എന്ന് പറയുന്നതിനകത്ത് വേറെ യാതൊരു വിട്ടുവീഴ്ചയും ഇവർ ചെയ്യില്ല. അങ്ങനെ പുറത്ത് നിൽക്കേണ്ടതെന്നാൽ ഇടതുപക്ഷമായി പോലും ചേരാം. പക്ഷേ എനിക്കെന്ത് പ്രയോജനമൊന്നും ആലോചിച്ച് നോക്കൂ. അപ്പോഴും കടുപ്പിക്കാൻ പറ്റും ഉറപ്പായും. സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നു ED വരുന്നു, മറ്റേ വണ്ടി വരുന്നു, ഈ വണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നു കേന്ദ്ര ഏജൻസികൾ. സാറേ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ ഭയക്കാനില്ലെങ്കിൽ ചുമ്മാ NDA സാറിൻ്റെ വീട്ടിൽ വരില്ലല്ലോ. ഇവൻ ഒളിക്കാനുള്ളതാണ് വരുന്നത്. വരുന്നതിന് എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഒരു വൃത്തികെട്ട കേസെടുത്ത് തോൽപ്പിക്കുമ്പോഴല്ല. എൻ്റെ വീട്ടിലേക്ക് ED വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുള്ളൂ. ഭയപ്പെടാനുണ്ട്, 100% ഭയപ്പെടാനുണ്ട്. ആ ഭയപ്പാട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് പലർക്കുമുണ്ട്. മാറി കേരളം ഭരിച്ച ആൾക്കാർക്കുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ സ്വാഭാവികമായി അതൊക്കെയാണ് നമ്മൾ ഒരു കേസും ഇതുവരെ കേരളത്തിൽ വിജയിച്ചിട്ടില്ല. ഒരു കേസും അങ്ങേ എൻഡിലേക്ക് എത്തിയിട്ടില്ല. ആകപ്പോഴുണ്ടായിരുന്നത് ഒരു അച്യുതാനന്ദൻ ലാസ്റ്റിൽ ബാലകൃഷ്ണ പിള്ളയെ ഒരു 2 ദിവസം കിടത്തി ഒഴിച്ചാൽ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ആ പോരാട്ടം വരും ആർക്കും ഇല്ലാതെ പോയി. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നാളുകളിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം താറുമാറായപ്പോൾ ഒരു സഖ്യമാണ്, അതിന് ഒരു നിലനിൽപ്പുമില്ല. സ്വാഭാവികമായും അല്പമെങ്കിലും ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത് ഇടതുപക്ഷമാണ്. അതിനുപറ്റിയ നേതാക്കളില്ല. പിന്നെയുള്ളത് മമതയാണ്. മമത ഒരു കാലത്തിലും വിട്ടുവെച്ച് നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത് ആക്ച്വലി മമതയാണ്. ആ സ്ത്രീ ഒറ്റയ്ക്ക് നിന്നാണല്ലോ ഈ പോരാട്ടം വരുന്നത്. ഒരു കാര്യം ഓർക്കണം, ആ സ്ത്രീക്കെതിരെ വ്യക്തിപരമായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മന്ത്രിസഭയുടെ പലരെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് വരുന്നുണ്ട്. വ്യക്തിപര ഇതിനകത്ത് ആ സ്ത്രീ ഇങ്ങനെ വീണിട്ടില്ല. ആ സ്ത്രീക്ക് വാസ്തവത്തിൽ ഈ സ്ഥാനം ഞാൻ പറയുന്നത് എപ്പോഴും ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലാണെങ്കിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഉരുത്തിരിഞ്ഞ് വരണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് വാസ്തവത്തിൽ. പക്ഷെ അതുപോലെ ഇന്ത്യ മുന്നണി കളഞ്ഞു വിളിച്ചു എന്നുള്ളതാണ്. കേവലമായ ഈ അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ താങ്ങി ഇവിടുന്ന് ഒരു 10-20 പേര് ഇവിടുന്ന് ട്രെയിനിൽ പോയി അവിടെ കുറേ പ്രകടനങ്ങൾ കാണിച്ചിട്ട് തിരിച്ചു വന്നു. ഒരു മുന്നണി വേണം. അത് BJP-ക്കെതിരെ ഇവിടെ ഭരണ കക്ഷിക്കെതിരെ ഒരു ശക്തമായ ഒരു മുന്നണി ഉരുത്തിരിഞ്ഞ് വരുന്നത് അത് ഏത് പേരിലായാലും നല്ലതാണ്. പക്ഷെ അതിന് പോലും കേപ്പബിൾ അല്ലാത്ത ആൾക്കാർ, അതായത് അവിടെ സ്വന്തം താല്പര്യങ്ങൾ വിലയിരുത്തപ്പെട്ടേക്കും എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് അത് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ നാളെ സംജാതമായി കൂടാ എന്നില്ല, വന്നേക്കാം. അതും വരും എന്ന് കരുതാം. അതും എങ്ങനെ വരും? NDAയ്ക്കും BJP-ക്കും ഒരുപക്ഷെ മോദി എന്നുള്ള നേതാവ് അതിനാൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. മറ്റ് ഇനി ഒരു വട്ടം കൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പുതിയ ചെറുപ്പക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഈ സർക്കാർ ഇപ്പോൾ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ വീണ്ടും ബലപ്പെട്ട് വരുന്ന കാഴ്ച വരുന്നത്. അവിടെ
പിടിച്ചു നിൽക്കലിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ മുഖം, പുതിയ രാഷ്ട്രീയ മുഖം ഇന്ത്യ മുന്നണിയായി കേരളത്തിൽ അവതരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.